നമസ്കാരം. വാർത്തകൾ വേഗത്തിൽ ആരംഭിക്കും. സംസ്ഥാനത്ത് 10,000 കടന്ന് പ്രതിദിന കോവിഡ് കേസുകൾ. ഇന്ന് 10,606 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 9,542 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം. 741 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 55 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും, 164 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവർ. പ്രതിദിന കോവിഡ് കേസുകൾ 4 ജില്ലകളിൽ 1000 കടന്നു. കോഴിക്കോട് 1,576 പേർക്കും, മലപ്പുറത്ത് 1,350 പേർക്കും, എറണാകുളത്ത് 1,201 പേർക്കും, തിരുവനന്തപുരത്ത് 1,182 പേർക്കും പുതുതായി രോഗം സ്ഥിരീകരിച്ചു. തൃശൂർ 948, കൊല്ലം 852, ആലപ്പുഴ 672, പാലക്കാട് 650, കണ്ണൂർ 602, കോട്ടയം 490, കാസർഗോഡ് 432, പത്തനംതിട്ട 393, വയനാട് 138, ഇടുക്കി 120 എന്നിങ്ങനെ മറ്റ് ജില്ലകളിലെ കണക്കുകൾ. സംസ്ഥാനത്ത് 98 ആരോഗ്യ പ്രവർത്തകർക്ക് കൂടി കോവിഡ്. തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിൽ 20 പേർക്ക് വീതം രോഗബാധ. എറണാകുളം ജില്ലയിലെ 6 INHS ജീവനക്കാർക്കും രോഗം സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് 6,161 പേർക്ക് കൂടി കോവിഡ് ഭേദമായി. ഒരു ദിവസം ഇത്രയധികം പേർക്ക് രോഗം ഭേദമാകുന്നത് ആദ്യം. ഇനി ചികിത്സയിലുള്ളത് 92,161 പേർ. സംസ്ഥാനത്ത് 22 കോവിഡ് മരണങ്ങൾ കൂടി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ മരണം 906 ആയി. ഇന്ന് 14 പുതിയ ഹോട്ട്സ്പോട്ടുകൾ. 12 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി. സംസ്ഥാനത്ത് ആകെ 720 ഹോട്ട്സ്പോട്ടുകൾ. സ്വർണ്ണക്കടത്ത് കേസിൽ മുൻ IT വകുപ്പ് സെക്രട്ടറി M ശിവശങ്കറിനെ വീണ്ടും ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യൽ വെള്ളിയാഴ്ച. ചോദ്യം ചെയ്യാനായി കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാൻ ശിവശങ്കറിന് കസ്റ്റംസിന്റെ നിർദ്ദേശം. കള്ളക്കടത്ത് കേസിലെല്ലാം UAPA ആണോ പ്രതിവിധിയെന്ന് കോടതി. NIA ചോദ്യം ഉന്നയിച്ചത് സ്വർണ്ണക്കടത്ത് കേസ് പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ വാദം കേൾക്കവേ. സന്ദീപ് നായരുടെ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ തിങ്കളാഴ്ച വാദം തുടരും. ചൊവ്വാഴ്ച ജാമ്യാപേക്ഷയിൽ വിധി പറയും. പ്രതികൾ ചെയ്തത് ഗുരുതരമായ കുറ്റം. 90 ദിവസമായിട്ടും വെറും അനുമാനം മാത്രമേയുള്ളൂ എന്ന് കോടതി. പ്രതികൾ സ്വാധീനശേഷിയുള്ളവരെന്ന് NIA മറുപടി. മുൻപ് കുറ്റകൃത്യങ്ങൾ ചെയ്തവരും കൈവെട്ട് കേസിൽ കോടതി വെറുതെ വിട്ടയാളുകളും സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതികളെന്നും NIA. ഭീകരവാദത്തിന് ഒരു തെളിവും ഹാജരാക്കാനായിട്ടില്ലെന്ന് പ്രതിഭാഗം. ദുബായ് എന്തുകൊണ്ട് സ്വർണ്ണക്കടത്തിന്റെ കേന്ദ്രമാകുന്നുവെന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്ന് NIA പബ്ലിക് പ്രോസിക്യൂട്ടർ. വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്തിനെക്കുറിച്ച് 2019 NIAക്ക് വിവരം ലഭിച്ചിരുന്നു. രാജ്യത്ത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഇത്തരത്തിൽ പണം എത്തുന്നുവെന്ന് വിവരം ലഭിച്ചതായും NIA. IT പാർക്ക് നിയമനം മുഖ്യമന്ത്രി അറിഞ്ഞെന്ന് സ്വപ്ന മൊഴി നൽകിയതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. സ്പേസ് പാർക്കിൽ നിയമനം ലഭിച്ചത് ശിവശങ്കറുമായി അടുപ്പമുള്ളതുകൊണ്ടായിരുന്നുവെന്നും സ്വപ്ന. ശിവശങ്കറിനൊപ്പം വിദേശത്ത് വെച്ച് മുഖ്യമന്ത്രിയെ കണ്ടുവെന്ന് സ്വപ്ന മൊഴി നൽകിയതായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. EDയുടെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു. ശിവശങ്കറിന്റെ സാന്നിധ്യത്തിൽ 5-6 തവണ മുഖ്യമന്ത്രിയെ കണ്ടതായും സ്വപ്നയുടെ മൊഴി. ശിവശങ്കറിനെ ഔദ്യോഗികമായി 8 തവണ കണ്ടു. ശിവശങ്കറിനൊപ്പം വിദേശത്ത് വെച്ച് മുഖ്യമന്ത്രിയെയും കണ്ടതായി സ്വപ്നയുടെ മൊഴി. സ്പേസ് പാർക്ക് നിയമനത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയോട് സംസാരിക്കാമെന്ന് ശിവശങ്കർ പറഞ്ഞതായും സ്വപ്നയുടെ മൊഴി. ഇതിനുശേഷമാണ് നിയമനം അറിയിച്ചുള്ള ഫോൺ വന്നതെന്നും മൊഴി. യൂണിടാക് MD സന്തോഷ് ഈപ്പനോട് ശിവശങ്കറിനെ കാണാൻ നിർദ്ദേശിച്ചത് സ്വപ്നയെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. സന്തോഷ് ഈപ്പൻ ലൈഫ് മിഷൻ CEOയുമായി ബന്ധപ്പെട്ടത് ശിവശങ്കർ വഴിയെന്നും മൊഴി. സ്വപ്ന സുരേഷിന്റെ നിയമനം തനിക്ക് അറിയില്ലെന്ന മുഖ്യമന്ത്രിയുടെ വാദം പൊളിഞ്ഞെന്ന് മുല്ലപ്പള്ളി. സ്വപ്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നൽകിയിരുന്നത് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് ഘടകവിരുദ്ധമായ മൊഴി. സത്യാവസ്ഥ വിശദീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന് KPCC അധ്യക്ഷൻ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ KT ജലീൽ, ബിനീഷ് കോടിയേരി എന്നിവരുടെ പേരില്ല. ഇരുവർക്കുമെതിരെ പ്രതി ചേർക്കാൻ പര്യാപ്തമായ തെളിവുകൾ ലഭിച്ചിട്ടില്ലെന്ന് ED. 303 പേജുള്ള ആദ്യഘട്ട കുറ്റപത്രത്തിൽ സ്വപ്ന സുരേഷ്, സന്ദീപ് നായർ, സരിത്ത് എന്നിങ്ങനെ 3 പ്രതികൾ. സ്വർണ്ണക്കടത്തിന്റെ മുഖ്യ ആസൂത്രകനായ ഫൈസൽ ഫരീദിനെയും കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പ്രതിയായിട്ടും കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്താതിരുന്നത് ഫൈസലിനെ കസ്റ്റഡിയിലെടുക്കാനോ ചോദ്യം ചെയ്യാനോ കഴിയാതിരുന്നതിനാൽ. ലഹരിമരുന്നിടപാടിന് പണം നൽകിയെന്ന കേസിൽ ബിനീഷ് കോടിയേരിയെ ED വീണ്ടും ചോദ്യം ചെയ്യും. അനൂപ് മുഹമ്മദുമായുള്ള പണമിടപാടിന്റെ രേഖകൾ ഹാജരാക്കാൻ
ബിനീഷിനോട് ഇഡി. അനൂപ് മുഹമ്മദിന് പണം നൽകിയതിന്റെയും തിരികെ ലഭിച്ചതിന്റെയും രേഖകൾ ഹാജരാക്കാൻ നിർദ്ദേശം. ഒരാഴ്ച സമയം ആവശ്യപ്പെട്ട് ബിനീഷ്. NIA ആവശ്യപ്പെട്ട സെക്രട്ടേറിയറ്റിലെ CCTV ദൃശ്യങ്ങൾ കൈമാറാൻ ഹാർഡ് ഡിസ്ക് വാങ്ങാൻ ഭരണാനുമതി. ഇതിനായി പൊതുഭരണ വകുപ്പ് ഇലക്ട്രോണിക്സ് വിഭാഗം ആഗോള ടെൻഡർ ക്ഷണിക്കും. 400 TB ഹാർഡ് ഡിസ്ക് വാങ്ങും. 2019 ജൂൺ മുതൽ 2020 ജൂൺ വരെയുള്ള ദൃശ്യങ്ങൾ കൈമാറും. സർക്കാരിനെതിരെ വീണ്ടും അഴിമതി ആരോപണവുമായി പ്രതിപക്ഷ നേതാവ്. വഴിയോര വിശ്രമ കേന്ദ്രം സ്ഥാപിക്കാനുള്ള പദ്ധതിക്കായി സ്വകാര്യ കമ്പനിയുമായി സർക്കാരുണ്ടാക്കിയ ധാരണാപത്രത്തിൽ ദുരൂഹതയെന്ന് ചെന്നിത്തല. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് വിട്ടുകൊടുക്കാനാണ് സർക്കാർ നീക്കം. ധാരണാപത്രം സർക്കാർ പുറത്തുവിടണമെന്ന് ചെന്നിത്തല. CBI അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ലൈഫ് മിഷനും യൂണിറ്റാക്കും നൽകിയ ഹർജി ഹൈക്കോടതി നാളെ പരിഗണിക്കും. കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഉദ്യോഗസ്ഥരെ അടക്കം ചോദ്യം ചെയ്യാൻ CBI നീക്കം. അന്വേഷണത്തോട് സർക്കാർ സഹകരിക്കുന്നില്ല എന്ന് CBI. തിരുവനന്തപുരം അമ്പൂരിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ 7ാം ക്ലാസ്സുകാരൻ മരിച്ചു. അമ്പൂരി പേരങ്കൽ സെറ്റിൽമെന്റ് കോളനിയിലെ ഗോപു ബിന്ദു ദമ്പതികളുടെ ഇളയ മകൻ ഷിജു കാണിയാണ് മരിച്ചത്. കൊമ്പക്കാട്ടിൽ പച്ചമരുന്ന് ശേഖരിക്കുന്നതിനിടയിലാണ് ഒറ്റയാന്റെ ആക്രമണം. ഷിജുവിനോടൊപ്പമുണ്ടായിരുന്ന സഹോദരൻ അലൻ, സുഹൃത്തായ ശ്രീജിത്തിന്റെ സഹോദരൻ ഷിജു എന്നിവർക്ക് പരിക്കേറ്റു. ഗുരുതരമായി പരിക്കേറ്റ് ബോധം നഷ്ടപ്പെട്ട ഷിജുവിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരിച്ചിരുന്നു. ആന ഇപ്പോഴും സെറ്റിൽമെന്റ് പ്രദേശത്ത് നിലയുറപ്പിച്ചിട്ടുള്ളതായി ഊരുവാസികൾ. കൊല്ലത്ത് വാഹന പരിശോധനയ്ക്കിടെ പോലീസ് വൃദ്ധന്റെ മുഖത്തടിച്ച സംഭവത്തിൽ റേഞ്ച് DIG റൂറൽ SP-യോട് റിപ്പോർട്ട് തേടി. അന്വേഷണം നടത്താൻ സ്പെഷ്യൽ ബ്രാഞ്ച് DYSP-യെ ചുമതലപ്പെടുത്തി. വൃദ്ധന്റെ മുഖത്തടിച്ചത് ചടയമംഗലം പോലീസ് സ്റ്റേഷനിലെ പ്രൊബേഷൻ SI ഷജീബ്. മർദ്ദനമേറ്റത് ചടയമംഗലം സ്വദേശി രാമാനന്ദന്. ഹെൽമറ്റ് വയ്ക്കാതെ ബൈക്കിൽ സഞ്ചരിച്ചതിന് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമത്തെ എതിർത്തതാണ് മർദ്ദിക്കാൻ കാരണമെന്ന് രാമാനന്ദൻ. സമൂഹ മാധ്യമ വിമർശനത്തെ തുടർന്ന് ഡോക്ടർ ആത്മഹത്യ ചെയ്യേണ്ടി വന്ന സാഹചര്യം അന്വേഷിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ഡോക്ടർ അനൂപിന്റെ ക്ലിനിക്കിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ കുട്ടി മരിക്കാനിടയായതിനെക്കുറിച്ചും അന്വേഷിക്കണം. കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ അന്വേഷണം നടത്തി 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം. തൃശൂരിൽ പോക്സോ കേസ് പ്രതിയെ വെട്ടിക്കൊന്നയാൾ പിടിയിൽ. പിടിയിലായത് ഏളനാട് സ്വദേശി ശ്രീജിത്ത്. 2015 ശ്രീജിത്തിനെ സതീഷ് കുത്തിയിരുന്നു. ഇതിന്റെ വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്ന് പോലീസ്. കൊല്ലപ്പെട്ട സതീഷ് ആദിവാസി പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലെ പ്രതി. പഴയന്നൂർ സ്വദേശി സതീഷ് പീഡന കേസിൽ പ്രതിയായത് കഴിഞ്ഞ വർഷം. ആളൊഴിഞ്ഞ വീട്ടിലാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. വെബിനാറിൽ പരിശീലകനായി പോക്സോ കേസിലെ പ്രതി എത്തിയതിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് VHSE. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കും. 2 പോക്സോ കേസുകളിൽ വിചാരണ നേരിടുന്ന ഡോക്ടർ K. ഗിരീഷ് ക്ലാസ് എടുത്തത് ഇന്നലെ നടത്തിയ വെബിനാറിൽ. K. ഗിരീഷിനെ VHSE വെബിനാറിൽ പങ്കെടുപ്പിച്ചതിനെതിരെ മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും വീട്ടമ്മയുടെ പരാതി. ഗിരീഷിനെതിരായ ആദ്യ പോക്സോ കേസിലെ പരാതിക്കാരിയാണ് ഇവർ. ഉത്തരവാദികളായവർക്കെതിരെ നടപടി വേണമെന്നാവശ്യം. അഞ്ചൽ ഉത്ര കൊലക്കേസിൽ പ്രാരംഭവാദം ഈ മാസം 14 മുതൽ. കുറ്റപത്രം വായിക്കുന്നതിന് മുന്നോടിയായുള്ള പ്രാരംഭവാദം കേൾക്കലാണ് അടുത്ത ബുധനാഴ്ച നടക്കുക. ഉത്രയെ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് സൂരജ് അടക്കം പ്രതികൾ. നടൻ ടൊവിനോ തോമസ് സിനിമാ ചിത്രീകരണത്തിനിടെ പരിക്കേറ്റു. എറണാകുളം പിറവത്ത് കള എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെയാണ് ടൊവിനോയ്ക്ക് പരിക്കേറ്റത്. പരിശോധനയിൽ വയറ്റിൽ ആന്തരിക രക്തസ്രാവം കണ്ടെത്തിയതിനെ തുടർന്ന് ICUവിലേക്ക് മാറ്റി. 24 മണിക്കൂർ നിരീക്ഷണത്തിന് ശേഷം ശസ്ത്രക്രിയ വേണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും. കരിപ്പൂരിൽ വീണ്ടും സ്വർണ്ണവേട്ട. ദുബായിൽ നിന്നെത്തിയ 2 യാത്രക്കാരിൽ നിന്നായി 3.7 കിലോ സ്വർണം എയർ കസ്റ്റംസ് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ പിടികൂടി. 1.64 കോടി രൂപ വില മതിക്കും. ഹാത്രാസ് കേസന്വേഷണവുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും CBIക്ക് വിടാൻ UP സർക്കാർ. സമരങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് രജിസ്റ്റർ ചെയ്ത 19 കേസുകൾ കൂടി CBIക്ക് കൈമാറാനാണ് തീരുമാനം. ഹാത്രാസ് സംഭവത്തിൽ ഉത്തർപ്രദേശ് സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് വൈകും. റിപ്പോർട്ട് സമർപ്പിക്കാൻ 10 ദിവസം കൂടി സർക്കാർ നീട്ടി നൽകി. ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കാനായിരുന്നു നേരത്തെ നിർദ്ദേശം. ഹാദ്രാസ് കൂട്ടബലാത്സംഗ കേസിൽ ഉത്തർപ്രദേശിൽ ഇന്നും പ്രതിഷേധം തുടർന്നു. ഹാദ്രസിലേക്കുള്ള യാത്രക്കിടെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത മലയാളി മാധ്യമ പ്രവർത്തകൻ സിദ്ദിഖാപ്പൻ ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിൽ. സിദ്ദിഖാപ്പനെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീംകോടതിയുടെ പരിഗണനയിൽ.
സുശാന്ത് സിംഗിന്റെ മരണവുമായി ബന്ധപ്പെട്ട ലഹരി മരുന്ന് കേസിൽ റിയ ചക്രബർത്തിക്ക് ജാമ്യം നൽകിയത് ബോംബെ ഹൈക്കോടതി. സുശാന്തിന്റെ വീട്ടിലെ സഹായികൾക്കും ജാമ്യം. റിയയുടെ സഹോദരന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. റിയ ചക്രബർത്തിക്ക് ജാമ്യം നൽകിയത് ഉപാധികളോടെ 1 ലക്ഷം രൂപയും റിയയുടെ പാസ്പോർട്ടും കോടതിയിൽ കെട്ടിവെക്കണം. 10 ദിവസം കൂടുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണമെന്നും നിർദ്ദേശം. സുശാന്തിന് ലഹരി മരുന്ന് എത്തിച്ചു നൽകിയെന്ന ആരോപണത്തിൽ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ റിയയെ അറസ്റ്റ് ചെയ്തത് സെപ്റ്റംബർ 9. പൊതുസ്ഥലങ്ങളിലെ സമരങ്ങളിൽ നിർണായക ഉത്തരവുമായി സുപ്രീംകോടതി. സമരത്തിന്റെ പേരിൽ പൊതുസ്ഥലങ്ങൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചിടാനാകില്ല. സമരങ്ങൾ നിശ്ചിത സ്ഥലങ്ങളിൽ മാത്രം നടത്തണമെന്നും സുപ്രീംകോടതി. കോടതിയുടെ പരാമർശം പൌരത്വ നിയമങ്ങൾക്കെതിരെ ഷഹീൻബാഗിൽ നടന്ന പ്രതിഷേധങ്ങൾക്കെതിരെ നൽകിയ ഹർജി പരിഗണിക്കവെ. സംസ്ഥാനത്ത് കർഷക ക്ഷേമ ബോർഡ് രൂപീകരിക്കും. ഡോക്ടർ പി രാജേന്ദ്രൻ ബോർഡ് ചെയർമാനാകും. തീരുമാനം മന്ത്രിസഭായോഗത്തിൽ. നെല്ല് സംഭരണത്തിൽ സ്വകാര്യ മില്ലുടമകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടതില്ലെന്ന സർക്കാർ തീരുമാനം. നെല്ല് സംഭരണത്തിന് സഹകരണ സംഘങ്ങളെ ചുമതലപ്പെടുത്താനും മന്ത്രിസഭായോഗത്തിൽ തീരുമാനം കുട്ടനാട്, തൃശൂർ, പാലക്കാട് മേഖലകളിലെ പ്രതിസന്ധി കണക്കിലെടുത്ത്. സർക്കാരിന്റെ പുതിയ നീക്കം സ്വകാര്യ മില്ലുടമകളും സപ്ലൈകോയുമായുള്ള തർക്കത്തെ തുടർന്ന് നെല്ല് സംഭരണം സ്തംഭിച്ച സാഹചര്യത്തിൽ. IPS ഉദ്യോഗസ്ഥരുടെ വ്യാജ അക്കൌണ്ട് ഉണ്ടാക്കി പണം തട്ടിയ കേസ് ഹൈടെക് സെൽ അന്വേഷിക്കും. തട്ടിപ്പിന് പിന്നിൽ വൻ സംഘമെന്ന് പോലീസ്. നടപടി ഐജിമാരായ ലക്ഷ്മൺ ഗോകുലത്ത്, പി വിജയൻ എന്നിവരുടെ ഉൾപ്പെടെ വ്യാജ അക്കൌണ്ടുകൾ ഉണ്ടാക്കി പണം തട്ടിയ സാഹചര്യത്തിൽ. CPM പുതുശ്ശേരി ബ്രാഞ്ച് സെക്രട്ടറി PU സനൂപിന്റെ കൊലപാതകം രാഷ്ട്രീയ കൊലപാതകമെന്ന് സ്ഥിരീകരിക്കാതെ പോലീസ്. സുഹൃത്തിന്റെ വഴക്ക് പരിഹരിക്കാൻ ചെന്ന വിരോധത്തിലാണ് സനൂപിനെ കുത്തിയതെന്ന പോലീസിന്റെ വാർത്താക്കുറിപ്പ്. ഒളിവിലുള്ള പ്രതികൾക്കായി തെരച്ചിൽ ഊർജിതം. സനൂപിന്റേത് രാഷ്ട്രീയ കൊലപാതകമാണെന്നും RSS ആണ് കൊലപാതകത്തിന് പിന്നിലെന്നുമുള്ള നിലപാടിലുറച്ച CPM. ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാനുള്ള RSSന്റെയും BJPയുടെയും ശ്രമം വിലപ്പോവില്ല എന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ്. പ്രതി നന്ദന് CPMവുമായി ബന്ധമെന്ന ആരോപണവുമായി BJP. തമിഴ്നാട്ടിൽ എടപ്പാടി പളനിസ്വാമി AIADMKയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. പാർട്ടി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ പളനിസ്വാമിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് ഉപമുഖ്യമന്ത്രി O പനീർശെൽവം. പ്രഖ്യാപനം ആഴ്ചകളോളം നീണ്ട ചർച്ചകൾക്ക് ശേഷം. പാർട്ടിക്ക് 11-അംഗ സ്റ്റിയറിംഗ് കമ്മിറ്റി പ്രഖ്യാപിക്കണമെന്ന പനീർശെൽവത്തിന്റെ ആവശ്യം അംഗീകരിച്ചു. സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ കൂടുതൽ പേരും OPS ക്യാമ്പിൽ നിന്നുള്ളവർ. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അടക്കം സ്വാധീനം ചെലുത്താനാകുമെന്ന കണക്കുകൂട്ടലിൽ പനീർശെൽവം. കോഴിക്കോട് പാളയം മാർക്കറ്റ് തുറന്നു. മാർക്കറ്റ് തുറന്നത് കർശന നിയന്ത്രണങ്ങളോടെ. മാർക്കറ്റിലേക്ക് പ്രവേശിക്കാനുള്ള 8 വഴികളിൽ 4 എണ്ണം തുറന്നു. ഇന്ന് കടകൾ തുറക്കാൻ അനുമതി നൽകിയത് 1-ാം തീയതിക്ക് ശേഷം ലഭിച്ച കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയ വ്യാപാരികൾക്ക്. മാർക്കറ്റിൽ സ്റ്റാൾ കച്ചവടം 11 മണിവരെ മാത്രം. ഉന്തുവണ്ടി കച്ചവടക്കാരെ മാർക്കറ്റിൽ പ്രവേശിപ്പിച്ചത് 11 മണിക്ക് ശേഷം. പാളയം മാർക്കറ്റിൽ ആളുകൾ കൂട്ടം കൂടുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ക്വിക്ക് റെസ്പോൺസ് ടീമിന്റെ സേവനം. പോലീസും മുഴുവൻ സമയവും മാർക്കറ്റിലുണ്ടാകും. ഒരാഴ്ച മുൻപ് പാളയം മാർക്കറ്റ് അടച്ചത് 233 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെ. 24 മണിക്കൂറിനിടെ രാജ്യത്ത് 3.25 ലക്ഷത്തിനടുത്ത് പുതിയ കോവിഡ് കേസുകൾ. 986 മരണം. ആകെ കോവിഡ് ബാധിതരുടെ എണ്ണം 67.5 ലക്ഷം കടന്നു. മരണം 10,45,505. ഈ വർഷം അവസാനത്തോടെ കോവിഡ് വാക്സിൻ യാഥാർത്ഥ്യമായേക്കാമെന്ന് ലോകാരോഗ്യ സംഘടന. ഇക്കാര്യത്തിൽ പ്രതീക്ഷയുണ്ടെന്ന് ലോകാരോഗ്യ സംഘടനാ തലവൻ ടെഡ്രോസ് അദാനം. 2021 അവസാനത്തോടെ 200 കോടി ജനങ്ങൾക്ക് വാക്സിൻ ലഭ്യമാകുമെന്നാണ് കരുതുന്നതെന്നും WHO. ലോകത്ത് കോവിഡ് രോഗികളിൽ 70% 10 രാജ്യങ്ങളിൽ നിന്ന് ലോകാരോഗ്യ സംഘടന. വൈറസിനോട് എല്ലാ രാജ്യങ്ങളും ഒരേ രീതിയിലല്ല പ്രതികരിച്ചത്. തെക്ക് കിഴക്കൻ ഏഷ്യയിലാണ് ഇപ്പോൾ രോഗവ്യാപനം വർദ്ധിക്കുന്നതെന്നും WHO. കർഷക ബില്ലിൽ കേന്ദ്ര കൃഷിമന്ത്രി വിളിച്ച സമവായ ചർച്ച തള്ളി പഞ്ചാബിലെ കർഷക സംഘടനകൾ. വിഷയം സർക്കാർ ഗൌരവത്തോടെ കാണുന്നില്ലെന്ന് സമരസമിതി. ചർച്ചകൾക്കായി നാളെ ഡൽഹിയിലെത്താനായിരുന്നു നിർദ്ദേശം. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ പ്രകീർത്തിച്ച് ദേശാഭിമാനിയിൽ കോൺഗ്രസ് നേതാവ് KV തോമസിന്റെ ലേഖനം. പ്രതിരോധം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിലൂടെ എന്ന തലക്കെട്ടിലാണ് ലേഖനം. KSRTC ജനതാ സർവീസിനെതിരെ തൊഴിലാളി സംഘടനകൾ. യാത്രക്കാർ ആവശ്യപ്പെടുന്നിടത്ത് നിർത്തുന്ന ജനതാ സർവീസിനെതിരെ വിമർശനവുമായി മുഖ്യമന്ത്രി. തീരുമാനം KSRTC പുനഃപരിശോധിക്കാൻ സാധ്യത. ജനതാ സർവീസിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച വെൽഫെയർ അസോസിയേഷൻ. ഡ്രൈവേഴ്സ് യൂണിയനും നിർദ്ദേശത്തിനെതിരെ.
ജനതാ സർവീസ് വിഷയം ചർച്ച ചെയ്യാൻ ട്രേഡ് യൂണിയനുകളുടെ യോഗം വിളിച്ചിരുന്നുവെങ്കിലും പിന്നീട് വേണ്ടെന്ന് വെച്ചു. കൊച്ചി നഗരത്തിലെ ഓട്ടോറിക്ഷകളെ സ്മാർട്ടാക്കാൻ പദ്ധതികൾ. തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ യൂബർ മാതൃകയിൽ ആപ്പ് ഒരുങ്ങുന്നു. ഷെയർ ഇ ഓട്ടോ പദ്ധതി അവതരിപ്പിച്ച് കൊച്ചി നഗരസഭ. യൂബർ മാതൃകയിൽ ഓട്ടോ സവാരി എന്ന ആശയവുമായി എറണാകുളം ജില്ലാ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. പദ്ധതിയുടെ പരിധിയിൽ വരിക സൊസൈറ്റിയുമായി സഹകരിക്കുന്ന യൂണിയനുകളിലെ തൊഴിലാളികൾ. യാത്രാക്കൂലിയും ഓൺലൈൻ. ഷെയർ ഇ ഓട്ടോയുടെ പദ്ധതിയിൽ ആദ്യഘട്ടത്തിൽ റീചാർജ് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന 100 ഓട്ടോകൾ. തൊഴിലാളികളുടെ സൊസൈറ്റിയുമായി ധാരണാപത്രം ഒപ്പുവെച്ച് നഗരസഭ. ഓട്ടോകൾ വാങ്ങാനുള്ള സബ്സിഡി നൽകുന്നത് നഗരസഭയും ജർമ്മൻ ഏജൻസിയായ GIZ UN ഹാബിറ്റാറ്റും. ആലപ്പുഴ കലവൂരിലെ എക്സൽ ഗ്ലാസ് ഫാക്ടറി ഈ ലേലം 3ാം തവണയും മുടങ്ങി. ഈ ലേലത്തിൽ പങ്കെടുക്കാനെത്തിയവർ കമ്പനിയുടെ മുഴുവൻ വസ്തുവകകളും വാങ്ങാൻ തയ്യാറായില്ല. ഭൂരിഭാഗം പേർക്കും താൽപര്യം ദേശീയപാതയ്ക്കരികിലെ ഭൂമി മാത്രം. കമ്പനി സർക്കാർ ഏറ്റെടുക്കണമെന്ന തൊഴിലാളി യൂണിയനുകൾ. എക്സൽ ഗ്ലാസ് ഉടമകളായ സൊമാനിയയ്ക്ക് ഏറ്റവും കൂടുതൽ ബാധ്യതയുള്ളത് പൊതുമേഖലാ സ്ഥാപനമായ KSIDCയിലും KFCയിലും. വൈദ്യുതി ബോർഡിനും കുടിശ്ശിക ഇനത്തിൽ ലക്ഷങ്ങൾ. ഈ സാഹചര്യത്തിൽ ഏറ്റെടുക്കൽ നടപടി സർക്കാരിന് വേഗത്തിൽ ചെയ്യാനാകുമെന്ന് തൊഴിലാളി സംഘടന. പാലക്കാട് ടൗൺ പുതുനഗരം റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിൽ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ പരപ്പന ലെവൽ ക്രോസ് ഒക്ടോബർ 24 വൈകിട്ട് 5 വരെ അടച്ചിടുമെന്ന് റെയിൽവേ. ഇതുവഴി പോകുന്ന വാഹനങ്ങൾ കിനാശ്ശേരി ഓവർ ബ്രിഡ്ജിലൂടെ കടന്നു പോകണമെന്ന് അധികൃതർ. പാലക്കാട് RTO ഓഫീസിലെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർക്ക് കോവിഡ്. ഓഫീസ് അണുവിമുക്തമാക്കാൻ വെള്ളിയാഴ്ച വരെ അടച്ചിടും. ഒക്ടോബർ 1 പുതിയ വാഹനങ്ങൾ പരിശോധനയ്ക്ക് കൊണ്ടുവന്നവർ സ്വയം നിരീക്ഷണത്തിൽ പ്രവേശിക്കണമെന്ന് RTO. ഇടുക്കി മെഡിക്കൽ കോളേജിൽ ഇത്തവണയും വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കാനായില്ല. അനുമതി നിഷേധിക്കാൻ കാരണം മെഡിക്കൽ കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്തത്. അപാകതകളുണ്ടെങ്കിൽ പരിശോധിക്കുമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ H. ദിനേശ്. ഈ വർഷത്തെ രസതന്ത്ര നൊബേൽ 2 വനിതാ ശാസ്ത്രജ്ഞർക്ക് പുരസ്കാരം. ഫ്രഞ്ച് ഗവേഷക ഇമ്മാനുവലെ ചാർപെയിന്റിയർ, അമേരിക്കൻ ശാസ്ത്രജ്ഞ ജെന്നിഫർ A. ഡൌഡ്ന എന്നിവർക്ക്. നൊബേൽ ജീനോം എഡിറ്റിംഗിലെ കണ്ടുപിടുത്തങ്ങൾക്ക്. H-1B വിസ അനുവദിക്കുന്നതിൽ വീണ്ടും നിയന്ത്രണം ഏർപ്പെടുത്തിയ അമേരിക്ക. വിസ അനുവദിക്കുന്നത് 3-ൽ 1 കുറയ്ക്കാൻ തീരുമാനം. നടപടി രാജ്യത്ത് തൊഴിലില്ലായ്മ വർദ്ധിച്ച സാഹചര്യത്തിൽ ഇന്ത്യൻ IT പ്രൊഫഷണലുകൾ ഉൾപ്പെടെയുള്ളവർക്ക് തീരുമാനം തിരിച്ചടി. കോവിഡ് മഹാമാരി പനി പോലെയേ ഉള്ളൂവെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പോസ്റ്റ് നീക്കം ചെയ്ത് ഫേസ്ബുക്ക്. കോവിഡിനെ പറ്റി വ്യാജ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന പോസ്റ്റുകൾ ആരുടേതായാലും നീക്കം ചെയ്യുമെന്ന് കമ്പനി. സമാന പോസ്റ്റ് റീട്വീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലാതാക്കി ട്വിറ്റർ. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായ വൈറ്റ് ഹൌസിൽ കോവിഡ് വ്യാപകമായി പടരുന്നു. ഹോപ്കിൻസിന് പിന്നാലെ ട്രംപിന് മറ്റൊരു ഉപദേഷ്ടാവായ സ്റ്റീഫൻ മില്ലർക്ക് കൂടി കോവിഡ്. വൈറ്റ് ഹൌസിലെ ജീവനക്കാരിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം ഇതോടെ 18ആയി. അമേരിക്കയിൽ നാളെ നടക്കാനിരുന്ന വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥികളുടെ ആദ്യ സംവാദത്തിൽ മൈക്ക് പെൻസ് പങ്കെടുക്കുന്നതിനെതിരെ വിമർശനം. പെൻസ് സംവാദത്തിൽ പങ്കെടുക്കുന്നത് കോവിഡ് പോസിറ്റീവായവരുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവരുടെ പരിശോധനാ ഫലം നെഗറ്റീവായാലും 14 ദിവസം ക്വാറന്റീനിൽ കഴിയണമെന്ന നിർദ്ദേശം മറികടന്നു. സാമ്പത്തിക ഉത്തേജക പാക്കേജ് ഉണ്ടാകില്ലെന്ന് വ്യക്തമാക്കിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തെരഞ്ഞെടുപ്പിന് ശേഷമേ ഇതേപ്പറ്റി ചിന്തിക്കുകയുള്ളൂ. തെരഞ്ഞെടുപ്പിൽ ജയിച്ച ശേഷം പുതിയ പാക്കേജ് അവതരിപ്പിക്കുമെന്ന് ട്രംപ്. പാക്കേജ് ഇല്ലെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ അമേരിക്കൻ ഓഹരി വിപണിയിൽ തകർച്ച. കോവിഡ് മൂലമുള്ള പ്രതിസന്ധി അവസാനിച്ചിട്ടില്ലെന്ന് രാജ്യാന്തര നാണ്യനിധി. ജൂൺ മാസത്തേക്കാൾ സ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ട്. സർക്കാരുകളുടെ ഇടപെടൽ തുടർന്നില്ല എങ്കിൽ പഴയ അവസ്ഥയിലേക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു പോകാമെന്നും IMF. കോവിഡ് കാലത്ത് കുട്ടികൾ ഉണ്ടാകുന്നവർക്ക് പാരിതോഷികവുമായി സിംഗപ്പൂർ സർക്കാർ. നടപടി ജനന നിരക്ക് കുറയുന്ന സാഹചര്യത്തിൽ. പാരിതോഷികം എത്രയെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. പഞ്ചാബ് ആരോഗ്യമന്ത്രി ബൽബീർ സിദ്ധുവിന് കോവിഡ്. കർഷക റാലിക്കിടെ രാഹുൽ ഗാന്ധിയുമൊത്ത് കഴിഞ്ഞ ദിവസം ബൽബീർ സിദ്ധു വേദി പങ്കിട്ടിരുന്നു. രാഹുൽ ഗാന്ധി നിരീക്ഷണത്തിലേക്ക് മാറുമെന്ന സൂചന. പഞ്ചാബ് മുഖ്യമന്ത്രി അമരീന്ദർ സിംഗും സമ്പർക്ക പട്ടികയിൽ. അസർബൈജാൻ അൽമേരിയ സംഘർഷം രൂക്ഷമായി തുടരുന്നു. ഇതുവരെ മരിച്ചത് 250ഓളം പേർ. സംഘർഷം വഷളാകാൻ കാരണം തുർക്കിയെന്ന് സിറിയ.
ആർമേനിയൻ സൈന്യം കടന്നുകയറിയ പ്രദേശത്ത് നിന്ന് പിന്മാറിയാൽ യുദ്ധം അവസാനിപ്പിക്കാമെന്ന് അസർബൈജാൻ പ്രസിഡന്റ്. കടന്നുകയറ്റത്തിന് അർമേനിയ മാപ്പ് പറയണമെന്നും ആവശ്യം. ചർച്ചയ്ക്ക് തയ്യാറല്ലെന്ന് അർമേനിയൻ സർക്കാർ. മധ്യേഷ്യൻ രാജ്യമായ കിർഗിസ്ഥാനിൽ അധികാരം പിടിച്ചെടുത്ത പ്രതിപക്ഷം. ജയിലിലായിരുന്ന നേതാവ് സാദിർ ജപ്പാറോവിനെ താൽക്കാലിക പ്രധാനമന്ത്രിയായി പ്രഖ്യാപിച്ചു. പ്രതിപക്ഷ നീക്കം തെരഞ്ഞെടുപ്പിൽ കൃത്രിമത്വം നടന്നതായി ആരോപിച്ച് സ്ഥാനമൊഴിയാൻ തയ്യാറെന്ന് പ്രസിഡന്റ്. രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കണമെന്ന് ഇറാനോട് ഐക്യരാഷ്ട്രസഭ. തടവിലാക്കിയുള്ള മനുഷ്യാവകാശ പ്രവർത്തകരെയും മോചിപ്പിക്കണം. ഫെബ്രുവരിക്ക് ശേഷം ഇറാൻ മോചിപ്പിച്ചത് 1,00,000-ലേറെ തടവുകാരെ. 5 വർഷത്തിലേറെ കാലം തടവ് ശിക്ഷ വിധിച്ചിട്ടുള്ളവരെ മോചിപ്പിക്കാൻ തയ്യാറാകുന്നില്ല എന്ന് UN. T10 ക്രിക്കറ്റ് പരമ്പര നടത്താനുള്ള നീക്കവുമായി ശ്രീലങ്കൻ ക്രിക്കറ്റ് ബോർഡ്. ഫ്രാഞ്ചൈസി അവകാശം സ്വന്തമാക്കാനും സ്പോൺസർമാർക്കുമായി അപേക്ഷ ക്ഷണിച്ചു. അടുത്ത വർഷം ടൂർണമെന്റ് നടക്കുമെന്ന റിപ്പോർട്ട്. പങ്കെടുക്കുക 6 ടീമുകൾ. കറുത്ത വർഗ്ഗക്കാരായ താരങ്ങളെ വില കുറഞ്ഞവരായാണ് പലപ്പോഴും മറ്റുള്ളവർ കണക്കാക്കിയിരുന്നതെന്ന് സൂപ്പർ താരം സെറീന വില്യംസ്. ചിലയിടത്ത് പ്രതിഫലത്തിന്റെ പോലും വിവേചനമുണ്ടായിരുന്നു. കറുത്തവരുടെ ശബ്ദം ഇപ്പോഴാണ് കൂടുതൽ ഉയർന്നു കേൾക്കാൻ തുടങ്ങിയതെന്ന് സെറീന. റിലയൻസ് റീറ്റെയിലിൽ 5,512.5 കോടി രൂപ നിക്ഷേപിച്ച് അബുദാബി ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി. റിലയൻസ് റീറ്റെയിലിന്റെ 1.2% ഓഹരികളാണ് അബുദാബി നിക്ഷേപ അതോറിറ്റിക്ക് ലഭിക്കുക. ഇതോടെ 3 ആഴ്ചയ്ക്കിടെ റിലയൻസ് റീറ്റെയിലിലെത്തിയ നിക്ഷേപം 37,710 കോടി രൂപയായി. റിലയൻസുമായി സഹകരിക്കുന്നത് ഏറെ അഭിമാനകരമെന്ന് അബുദാബി അതോറിറ്റിയുടെ സ്വകാര്യ നിക്ഷേപക വിഭാഗം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഹമീർ ഷവാൻ അൽ ദഹരി. പ്രമുഖ ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലയായ ലുലു ഗ്രൂപ്പിൽ സൗദി അറേബ്യ നിക്ഷേപം നടത്തുന്നു. സൗദി രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാൻ ചെയർമാനായ പബ്ലിക് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടാണ് നിക്ഷേപം നടത്തുക. 55,800 കോടി രൂപ വിറ്റുവരവുള്ള ലുലു ഗ്രൂപ്പിന്റെ എത്ര ശതമാനം ഓഹരിയാണ് PIF വാങ്ങുകയെന്ന് വ്യക്തമല്ല. അന്തിമ തീരുമാനം വിശദമായ ചർച്ചയ്ക്ക് ശേഷം. അബുദാബി സർക്കാരിന് കീഴിലുള്ള നിക്ഷേപക കമ്പനിയായ ADQ 8,000 കോടി രൂപയുടെ നിക്ഷേപം ലുലു ഗ്രൂപ്പിൽ നടത്തിയിരുന്നു. ഈ സാമ്പത്തിക വർഷത്തിന്റെ 2ാം പാദത്തിൽ മൊബൈൽ ഫോൺ വിൽപ്പനയിൽ ഇടിവ്. 2019 അപേക്ഷിച്ച് വിൽപ്പന 20% കുറഞ്ഞതായി കണക്കുകൾ. ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ വിറ്റഴിഞ്ഞത് 29 കോടി ഫോണുകൾ. മുൻവർഷം ഇതേ കാലയളവിൽ വിറ്റഴിച്ചത് 37 കോടി ഫോൺ. ഏറ്റവും കൂടുതൽ വിൽപ്പന സാംസങ്, വിവോ കമ്പനികൾക്ക്. ഇരു കമ്പനികൾക്കും 20% വീതം വിപണി വിഹിതം. ആപ്പിളിന് 13.5% വിപണി വിഹിതം. ഷവോമിക്ക് 10.2%, ഒപ്പോയ്ക്ക് 8.6%. ഈ വർഷത്തെ ആദ്യ 6 മാസം ഏറ്റവും അധികം വിറ്റഴിഞ്ഞത് iPhone 11. 2ാം സ്ഥാനത്ത് സാംസങ് ഗാലക്സി A51, റെഡ്മി നോട്ട് 8ഉം നോട്ട് 8 പ്രോയും തുടർന്നുള്ള സ്ഥാനങ്ങളിൽ. മൊബൈൽ ഫോൺ നിർമ്മാതാക്കളായ പോക്കോയുടെ പുതിയ മോഡൽ പോക്കോ C3 പുറത്തിറക്കി. പോക്കോയുടെ ഏറ്റവും വില കുറഞ്ഞ മോഡൽ 3GB റാമും 32GB സ്റ്റോറേജുമുള്ള മോഡലിന് വില 7,500 രൂപ. 4GB മോഡലിന് 9,000 രൂപ. ഈ സാമ്പത്തിക വർഷത്തിന്റെ 2ാം പാദത്തിൽ ടാറ്റ മോട്ടോഴ്സിന്റെ വിൽപ്പനയിൽ ഇടിവ്. ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ 16% ഇടിവെന്ന് കണക്കുകൾ. കമ്പനിയുടെ ഓഹരി മൂല്യത്തിൽ 8% വർധന. രാജ്യത്തെ ആദ്യ 8K ടെലിവിഷനുമായി സോണി. Z8H മോഡലിന് വില 14 ലക്ഷം രൂപ. ടിവിയുടെ ഡിസ്പ്ലേ 216 സെന്റിമീറ്റർ. രൂപകൽപ്പനയിലും പേരിലും മാറ്റം വരുത്തിയ സെർച്ച് എഞ്ചിനായ ബിംഗ്. ഇനി മുതൽ മൈക്രോസോഫ്റ്റ് ബിംഗ് എന്നാകും പേര്. സെർച്ച് റിസൾട്ടുകൾ ഉപയോക്താക്കൾക്ക് കൂടുതൽ കൃത്യമായ ഫലം നൽകുന്നവയാകുമെന്ന് മൈക്രോസോഫ്റ്റ്. തൃശൂരിൽ ടാക്സി ഡ്രൈവറെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം. ഇതിനു പുറമെ 17 വർഷം കഠിന തടവും 3 ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷ. തിരുവനന്തപുരം പുല്ലുവിള സ്വദേശി സെബാസ്റ്റ്യൻ ജോസഫ് എന്ന സാത്താൻ ബിജു, മലപ്പുറം മക്കരപ്പറമ്പ് സ്വദേശി നൌഫൽ എന്നിവർക്ക് ശിക്ഷ വിധിച്ചത് തൃശൂർ അഡീഷണൽ ജില്ലാ ജഡ്ജി PN വിനോദ്. നടി കാജൽ അഗർവാൾ വിവാഹിതയാകുന്നു. ബിസിനസ്സുകാരനായ ഗൗതം കിച്ചുവാണ് വരൻ. ഈ മാസം 30-ന് മുംബൈയിലാണ് വിവാഹം. ബഹുഭാഷാ ആന്തോളജി ചിത്രം ഗമനത്തിന്റെ പോസ്റ്റർ പുറത്ത്. ചിത്രത്തിലെ 2 കഥാപാത്രങ്ങളെ ഉൾപ്പെടുത്തിയ പോസ്റ്ററാണ് പുറത്തിറങ്ങിയത്. തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം, ഹിന്ദി ഭാഷകളിലായി ചിത്രം പ്രേക്ഷകരിലേക്ക് എത്തും.